ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചു, എപ്പോഴെങ്കിലും പ്രയോജനപ്പെട്ടേക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ചോർത്തുന്നുണ്ടോ? ഈ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതല്ലേ. ഫോൺ വഴിയാണല്ലോ ഇപ്പോൾ എല്ലാ പണമിടപാടുകളും നടത്തുന്നത്. പാസ്വേഡ്, ബാങ്കിംഗ് ആപ്പ് തുടങ്ങിയ സീക്രട്ട് ഡീറ്റെയിൽസ് ആരെങ്കിലും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പണി പാളിയത് തന്നെ അല്ലേ. ഇതെങ്ങനെ തടയാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നത്. ഇത് അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഫോണിലെ ഫോട്ടോകളും മറ്റു ഫയലുകളുമൊക്കെ ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കാര്യമില്ല. ഒന്ന് അലേർട്ടായിരിക്കാം. നമ്മുടെ ഫോൺ എടുത്തു നോക്കിയാൽ അതിൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ടാകും. ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ ഫോണിലുണ്ട്. ചിലപ്പോൾ ഒരു കൗതുകത്തിന് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാത്തതായി നിരവധി ആപ്പുകൾ കാണും. ഫോൺ ചോർത്തുന്നതിന് പല വഴികളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫോൺ ചോരുന്നത് ആപ്പ് വഴിയാണ്. നിങ്ങളുടെ ഫോണിലെ ഏതെങ്കിലും ആപ്പ് വഴി ഫോൺ ഡീറ്റെയിൽസ് ചോരുന്നുണ്ടോ എന്നറിയാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് എടുത്ത് ഡിവൈസ് ആപ്പ് എന്ന് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ തന്നെ ഡീറ്റെയിൽസ് താഴെ വരും. അത് സെലക്ട് ചെയ്ത് ഡിവൈസ് ആപ്പ് ക്ലിക്ക് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് വൺ ഡിവൈസ് ആക്റ്റീവായി കിടക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വെരിഫിക്കേഷൻ വരും, അതായത് ക്യാപ്ച കൊടുക്കാനുള്ള ഓപ്ഷൻ. അതും കൊടുത്തതിന് ശേഷം അടുത്ത പേജിലോട്ട് കയറുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും അഡ്മിനിസ്ട്രേഷൻ ആപ്പുകളല്ലാതെ ഏതെങ്കിലും ആപ്പ് ഉണ്ടോ എന്നും അതിൽ ഏതെങ്കിലും ആക്റ്റീവായി കിടക്കുന്നുണ്ടോ എന്നും. ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യുക. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയും വേണം. ഇനി ഇത്തരത്തിലുള്ള ആപ്പുകൾ ഭാവിയിൽ വരാതിരിക്കാൻ അല്പം ശ്രദ്ധ നല്ലതാണ്. ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ഒരാപ്പും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. പ്ലേ സ്റ്റോർ വഴി മാത്രം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. പബ്ലിക് വൈഫൈകൾ ഉപയോഗിക്കുന്നതും പരമാവധി ഒഴിവാക്കുക. പുതിയ കാലത്ത് എങ്ങനെയൊക്കെ എവിടുന്നൊക്കെ പണികൾ വരും എന്ന് ഊഹിക്കാനേ പറ്റില്ലല്ലോ. ഇത്രയേ ഉള്ളൂ. സംഗതി ഇപ്പൊ ഈസി അല്ലേ. അതാ പറഞ്ഞത്, ഒരു ഇൻഫർമേഷനും ചെറുതല്ല. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്.